ശ്രീമതി സുൽഫത്ത്, ഇവിടെ ഇപ്പോൾ ആ പഞ്ചായത്ത് അംഗം സംസാരിച്ച് നിർത്തുമ്പോൾ ആരോടാണ് അവർക്ക് കൂടുതൽ അടുപ്പം അല്ലെങ്കിൽ സഹാനുഭൂതി തോന്നുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. ആ സ്ത്രീയുടെ കാര്യം പറയുമ്പോൾ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ എന്ന് പറഞ്ഞു പോലും പറയുന്ന കാര്യങ്ങൾ അവരുടെ വ്യക്തിപരമായ തീരുമാനമാണ്. അവരൊരു വ്യക്തിയാണ്, അവർക്കൊരു തീരുമാനമെടുക്കാൻ ശേഷിയുള്ള പ്രായപൂർത്തിയായ സ്ത്രീയാണ്, അവർക്ക് തുല്യ അവകാശം തന്നെ അതിനുണ്ട് എന്നിരിക്കെ ഈ അണ്ണൻ അത്രമാത്രം ശ്രമിച്ചു, അത്രമാത്രം സഹിച്ചു, അത്രമാത്രം ഉപദേശിച്ചു, നല്ല വ്യക്തിയായിരുന്നു എന്നൊക്കെ പൊതിഞ്ഞ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ വാർത്തയുടെ താഴെ ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്താണ് എന്ന് വെളിവായതിനു ശേഷം വരുന്ന കമന്റുകൾ പരിശോധിച്ചാൽ അവിടെയെല്ലാം ആ സ്ത്രീയെ അപഹസിക്കുകയും കുറ്റപ്പെടുത്തുകയും കളിയാക്കുകയും ചെയ്യുന്നവരുടെ എണ്ണം കൂടുതലാണ്. പക്ഷേ നമുക്കറിയാം, കുടുംബങ്ങളിൽ ഈ വിവാഹേതര ബന്ധങ്ങൾ പുരുഷന്മാരുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരം സംഭവങ്ങളാണ്. അവിടെയൊന്നും ഈ രീതിയിലുള്ള കമന്റുകൾ കാണില്ല, കുറ്റപ്പെടുത്തൽ കാണില്ല. ഒരു സ്ത്രീ ഒരുമിച്ച് പോകാമെന്ന് ഇത്ര മാത്രം കേണപേക്ഷിച്ചാൽ ഒരു സഹാനുഭൂതിയും തോന്നില്ല. ഇതില് കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഇതില് നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് മെമ്പർ ആർ സാജൻ, അദ്ദേഹം വളരെ മനുഷ്യന്, ആ കൊലപാതകയ്ക്ക് അനുകൂലമായിട്ട് എന്ന് പറയാനല്ല, അയാൾ മാനസികമായിട്ട് ആ കൊലപാതകയുടെ പക്ഷത്ത് തന്നെയാണ് ഉള്ളത് എന്നാണ് പറയുമ്പോൾ മനസ്സിലാവുന്നത്. വളരെ മറ്റൊരു സ്ത്രീയോട് ബഹുമാനമുണ്ട്, സ്നേഹമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ പോലും ആ ഒരു കുടുംബം നിലനിർന്നു പോകാൻ വേണ്ടി അദ്ദേഹം സഹിച്ച കുറെ ത്യാഗങ്ങൾ എന്ന രീതിയിലാണ് ഇത് അവതരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോ ആദ്യം ഇത് തുടങ്ങുമ്പോൾ പറഞ്ഞു നമ്മൾ ഞെട്ടിപ്പോയിരുന്നു. എനിക്ക് തോന്നുന്നു ആ ഒരു ഞെട്ടി അതവിടെ കഴിയുന്നു. കാരണം കേരളത്തിൽ ആദ്യമായി നടക്കുന്ന ഒരു കൊലയല്ല ഇത്. ഗാർഹിക പീഡനവും കൊലപാതകവും വളരെ കൂടുതലായിട്ട് ഒരു 2 ആഴ്ച മുമ്പാണ് ഇവിടെ കണ്ണൂർ ജില്ലയില് കരിവണ്ടൂരിൽ ഇതേപോലെ ഭാര്യയെ വെട്ടിക്കൊല്ലുകയും കയ്യിൽ പെട്രോൾ കഴുതിയിരുന്ന് ഇനി വെട്ടി കൊല്ലപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കണം എന്ന് വിചാരിച്ച് അതും കരുതി വന്ന പുരുഷൻ. അതായത് ഈ ആണത്വം ഏത് രീതിയിൽ സ്ത്രീയുടെ മേലെ പ്രയോഗിക്കാം എന്നുള്ളത്, അത് ആ ഒരു ബോധം ഒരു ക്രിമിനൽ മനസ്സുമായി ജീവിക്കുന്ന വളരെയധികം പുരുഷന്മാരുള്ള ഒരു സമൂഹമായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. വിവാഹത്തെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്, വിവാഹം എന്ന് പറയുന്ന ഒരു ഭാഗ്യപരീക്ഷണം മാത്രമാണ്. വളരെ അപൂർവം പേര് മാത്രം വിജയിക്കുന്ന ഒരു ഭാഗ്യപരീക്ഷണം. ഈ രീതിയിൽ വളരെ ദയനീയമായി ജീവിതം ഇവരാൽ അവസാനിപ്പിക്കേണ്ടി വരുന്ന സ്ത്രീകളെ കുറിച്ച് നമ്മുടെ പൊതുബോധം പോലും ചിന്തിക്കുന്നില്ല. നമ്മുടെ പൊതുബോധത്തിന്റെ ഒരു പ്രതിനിധിയായിട്ടാണ് ഞാൻ ഈ പറഞ്ഞ പഞ്ചായത്ത് മെമ്പറെ കണ്ടത്. അതിന്റെ പ്രതിനിധി തന്നെയാണ് നമ്മുടെ പോലീസ് സംവിധാനം. എനിക്ക് തോന്നുന്നു ഇത്തരം മധ്യസ്ഥവും ഒത്തുതീർപ്പും കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരം കേരളത്തിൽ നടന്നിട്ടുള്ള മിക്കവാറും എല്ലാ കൊലപാതകങ്ങളും നടന്നിട്ടുള്ളത്. അതിനു മുമ്പ് കുടുംബത്തിന്റെ മധ്യസ്ഥം ഉണ്ടാവും, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്നോ ഇതേപോലെ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള മധ്യസ്ഥമുണ്ട്, പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള മധ്യസ്ഥമുണ്ട്. ഇതിനൊക്കെ ശേഷമാണ് ഈ സ്ത്രീയെ ക്രൂരമായി കൊല ചെയ്യുന്നത്. ഈ മധ്യസ്ഥം നടത്തിയവർക്ക് ഇതിനുള്ള ഉത്തരവാദിത്വം ഉണ്ടെന്നും അല്ലെങ്കിൽ അയാളെ കൊലപാതകത്തിലേക്ക്, ആ സ്ത്രീയെ കൊല ചെയ്യുന്നതിലേക്ക് നയിക്കുന്നതിന് ഇവരും പങ്കാളികളാണ്, അല്ലെങ്കിൽ ഇവരും ആ രീതിയിൽ പ്രതിസ്ഥാനത്ത് വരും എന്നുള്ള നിലയിൽ പോലും നിയമം കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. സ്ത്രീകൾ, ആധുനിക കാലത്തെ സ്ത്രീകൾ പഴയതിൽ നിന്ന് വ്യത്യസ്തമായി അവർ സ്വതന്ത്രമായി ചിന്തിക്കാൻ കഴിയുന്നുണ്ട്, അവര് സ്വാശ്രിതരാകുന്നു, അവർക്ക് സ്വന്തം കർത്തൃത്വത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നു. ഈ രീതിയിൽ സ്ത്രീകൾ സാമൂഹ്യവൽക്കരിക്കപ്പെട്ട് കഴിയുമ്പോൾ, അല്ലെങ്കിൽ അവര് കൂടുതൽ സ്വാശ്രിതരായി വരുമ്പോൾ അത് സഹിക്കാൻ കഴിയാവുന്ന, എനിക്ക് തോന്നും ഇത്തരം പുരുഷന്മാർ 18ാം നൂറ്റാണ്ടിൽ പോലും ജീവിക്കാൻ ഉള്ള അർഹതയില്ലാത്ത, അതായത് അന്നത്തെ ആ പുരുഷന്റെ അതേ ബോധം തന്നെ, അതായത് സ്ത്രീ എന്ന് പറയുന്നത് എൻ്റെ ഒരു വളർത്തുമൃഗമാണ്, ആ വളർത്തുമൃഗത്തിന് ഞാൻ ഇത്രയൊക്കെ പദവി കൊടുക്കും, ഞാൻ അവൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്. പലപ്പോഴും ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു പ്രയോഗമാണ് ഞാൻ സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്. ഈ കൊടുക്കുന്ന സ്വാതന്ത്ര്യം ഞാൻ എത്രത്തോളം കൊടുക്കും, എൻ്റെ വളർത്തുമൃഗത്തിന് ഇത്രയും കൊടുക്കും, അതിനപ്പുറത്തേക്ക് പോകുന്നത് സഹിക്കാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥയിൽ എത്തുന്നു. ഒന്ന്. മറ്റൊന്ന്, ഈ രീതിയിൽ കൊന്ന് ഒഴിവാക്കുക, എനിക്ക് പറ്റാത്ത അല്ലെങ്കിൽ എനിക്ക് സഹിക്കാൻ കഴിയാത്ത, എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണെങ്കിൽ കൊന്നൊഴിവാക്കുക.
ഇതും സമൂഹത്തിന്റെ മറ്റൊരു പൊതുബോധത്തിന്റെ തന്നെ പ്രകടനമാണ്. അത് മർദ്ദനങ്ങളിൽ നിന്ന് മാറി അത് കൊലപാതകത്തിൽ ക്രൂരമായി കൊല്ലുന്നതിലേക്ക് എത്തുന്ന ഒരവസ്ഥ. എനിക്ക് തോന്നുന്നു, എനിക്ക് മുമ്പ് സംസാരിച്ച ഡോക്ടർ പറഞ്ഞതുപോലെ ഇതില് കൗൺസിലിംഗ് കൊടുക്കേണ്ടത് ഇവർക്ക് മാത്രമല്ല, ഈ സിസ്റ്റത്തിലെ ഇത്തരം ആളുകളെ, ഈ മധ്യസ്ഥം പറയുന്നവരായ പോലീസിന് വളരെ കാര്യമായിട്ട് സ്ത്രീപക്ഷത്ത് നിന്നുകൊണ്ടുള്ള ട്രെയിനിങ്ങുകൾ, പരിശീലനങ്ങൾ കൊടുക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിലുള്ള എല്ലാ കൊലപാതകങ്ങളും അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നു എങ്കിൽ രണ്ടുപേരും രണ്ടിടത്താണെങ്കിലും ജീവിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. ആ കുഞ്ഞിനെ പ്രതിയാണ് രണ്ടുപേരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ പെൺകുട്ടിയെ കരുതിയാണ് എല്ലാവരും ശ്രമിച്ചതെന്ന് പറയുന്നു. ആ കുട്ടിക്ക് ഇതിലും സമാധാനം ഉണ്ടാകുമായിരുന്നു രണ്ടുപേരും രണ്ടിടത്ത് ജീവിച്ചിരുന്നാൽ. ഞാൻ മാളവിക ബിനിയിലേക്ക് വരാം.